ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ ഒരു മൂവി റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. OTT ആയ പടമാണ്. തിയേറ്ററിൽ വന്നപ്പോൾ ഈ പടം കണ്ടില്ലായിരുന്നു. കര എന്ന് പറയുന്നത് ധനുഷ് നായകനായിട്ട് വന്ന പുതിയ പടമാണ്. ധനുഷും പിന്നെ അതുപോലെ മമിത ബൈജു, പിന്നെ KS രവികുമാറുണ്ട്, സുരാജ് ഏട്ടനുണ്ട്, അങ്ങനെ കുറച്ചധികം ആൾക്കാരെല്ലാം കൂടെ അഭിനയിക്കുന്ന, പിന്നെ നമ്മുടെ ജയറാമേട്ടനുണ്ട്. ഇവരൊക്കെ കൂടെ അഭിനയിക്കുന്ന ഒരു ക്രൈം ആക്ഷൻ ഹേസ്റ്റ് തമിഴ് ഡ്രാമ മൂവി എന്ന് പറയത്തക്ക രീതിക്കുള്ള ഒരു ത്രില്ലർ പടമാണ്. ഇത് ആക്ച്വലി പോർത്തൊഴിൽ ഒക്കെ ചെയ്ത ആ പുള്ളിക്കാരൻ തന്നെയാണ് ഇതിൻ്റെ ഡയറക്ടർ. ധനുഷിൻ്റെ ഇതിന് മുന്നേ ഇറങ്ങി ഇഡലിക്കട എന്ന് പറയുന്ന പടമില്ലേ, അതിൻ്റെ ഒരു ചെറിയൊരു അഡ്വാൻസ്ഡ് വെർഷൻ വേണമെങ്കിൽ പറയാത്തക്ക രീതിക്കുള്ളൊരു പടമാണ്. ടേസ്റ്റൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ചുമ്മാ കണ്ടുകൊണ്ടിരിക്കും, വലിയ സംഭവങ്ങളും കാര്യങ്ങളായിട്ടൊന്നും ഇല്ല. സുരാജ് ഏട്ടൻ ആക്ച്വലി ഇതിനകത്തൊരു പോലീസുകാരനായിട്ടാണ്. സുരാജ് ഏട്ടൻ്റെ റോൾ ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഇതിൻ്റെയൊക്കെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് കണ്ടപ്പോഴത്തേക്ക്, പുള്ളിക്കാരൻ്റെ ഒരു ക്യാരക്ടർ പ്രസൻറ്റേഷനെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഒരു റിവഞ്ച് ബേസ് ഒക്കെ ഞാൻ പ്രതീക്ഷിച്ച്, ധനുഷുമായിട്ട് ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു സംഭവമൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അങ്ങനെയൊന്നും അല്ല. ഇത് വേറെ രീതിക്ക് പോകുന്ന ഒരു ഹൈസ്റ്റൊക്കെ കൂടെ ഉൾപ്പെട്ട ഈ പറഞ്ഞ പോലെ ജയറാമേട്ടനെ കൊണ്ടുവരുന്നു. ജയറാമേട്ടൻ ആക്ച്വലി ഒരു ബാങ്ക് മാനേജറായിട്ടാണ്. മമിത ബൈജു വെറുതെ ഉണ്ടെന്നല്ലാതെ വലിയ കാര്യമുള്ള റോളൊന്നും അല്ല. ധനുഷിൻ്റെ വൈഫായിട്ടാണ്. കാര്യമൊന്നുമില്ല, ചുമ്മാ നിങ്ങൾക്ക് കാണാം. ചുമ്മാ വെറുതെ ഹൈസ്റ്റിൻ്റെ ഒക്കെ ഒരു ലോജിക്ക് ഇല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെയാണ്. കുറച്ചും കൂടെ ബെറ്റർ ആക്കായിരുന്നു. കുറച്ചും കൂടെ ഒരു ത്രില്ലിങ് സാധനങ്ങളൊക്കെ കൂടെ അവർക്ക് എങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ആക്കായിരുന്നു. ഇത് ഈ കർഷകരുടെ ബുദ്ധിമുട്ട് അവരുടെ ബുദ്ധിമുട്ട് കാരണം അവർ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു, അല്ലെങ്കിൽ അവരെ പറ്റിച്ച് ലോണൊക്കെ എടുപ്പിക്കുന്നു. തന്നെ അത് കഴിഞ്ഞ് ഇവരുടെ കടവും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരന് മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള പുള്ളിക്കാരൻ ആദ്യം ആക്ച്വലി ഇനിഷ്യൽ സ്റ്റേജിൽ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ഹേസ് നടത്തുന്നു, അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും പുള്ളിക്കാരൻ സഹായം ചെയ്യുന്നു. ഇതൊക്കെ കൂടെ ഇങ്ങനെ വന്നിട്ടുള്ള ഒരു പടമാണ് കര. ഒരു കരയും എത്താതെ ഇങ്ങനെ ബാഡാണെന്ന് വെച്ചാൽ ബാഡല്ല, ഗുഡാണെന്ന് വെച്ചാൽ ഗുഡും അല്ല, അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സാധനമായിട്ടാണ് പടം വന്നിരിക്കുന്നത്. കണ്ടു നോക്കുക. സംഭവം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ അത്രയോടെ.